ഉറക്കത്തിലുള്ള കൂർക്കം വലി അവന് വലിയൊരു പ്രശ്നമായിരുന്നു. ബസ്സിലിരുന്ന് ഹൈ വോളിയത്തിൽ കൂർക്കം വലിച്ച അവനെ അവന്റെ ക്രഷ് റിജക്ട് ചെയ്തു. അതവനെ വല്ലാതെ തളർത്തിയെങ്കിലും കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ഒരു പെണ്ണുമായി ഇഷ്ടത്തിലായി. തന്റെ കൂർക്കം വലി കേട്ട് അവൾ തന്നെ ഉപേക്ഷിച്ചു പോകാതിരിക്കാൻ അവൻ വേഗം തന്നെ അവളെ കല്യാണം കഴിച്ചു. പക്ഷെ ഫസ്റ്റ് നൈറ്റ് ആയതും അവന് ടെൻഷനാകാൻ തുടങ്ങി. അവൻ കഴിയുന്നത്ര സമയം ഉറങ്ങാതെ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും എപ്പോഴോ അവർ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ എണീറ്റതും അവൻ നേരെ അവളുടെ അടുത്ത് ചെന്ന് കൂർക്കം വലി കേട്ടിരുന്നോ എന്ന് ചോദിച്ചു. അവൾ ഇല്ല എന്ന് പറഞ്ഞതും അവൻ വളരെ സന്തോഷവാനായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ ഹോസ്പിറ്റലിലാണെന്ന് ഇവന് കോൾ വന്നു. ശരിക്കും ഇവന്റെ കൂർക്കം വലി കാരണം അവൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് തുറന്നു പറഞ്ഞാൽ അവന് വിഷമമാകുമെന്ന് കരുതി അവൾ പറയാതിരുന്നു. അങ്ങനെയാണ് ഉറക്കം കുറഞ്ഞ് അവൾ ഹോസ്പിറ്റലിലാകുന്നത്. ഇതറിഞ്ഞതും അവൻ തന്റെ കൂർക്കം വലി മാറ്റാൻ പല കാര്യങ്ങളും ട്രൈ ചെയ്തു. ഓരോ ദിവസവും അത് റെക്കോർഡ് ചെയ്ത് ശബ്ദം കുറയുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഇതോടെ ഫ്രസ്ട്രേറ്റഡ് ആയ അവൻ അവളോടും ദേഷ്യപ്പെട്ട് അവിടെ നിന്നും മാറി താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇവൾ ഉറങ്ങാൻ കിടന്നപ്പോൾ തീരെ ഉറക്കം വന്നില്ല. പാട്ട് കേട്ടിട്ടും കാര്യമുണ്ടായില്ല. ഒടുവിൽ റെക്കോർഡ് ചെയ്ത് വെച്ച അവന്റെ കൂർക്കം വലി കേട്ടപ്പോൾ അവൾ നന്നായി ഉറങ്ങി. അതോടെ ഇനി അവന്റെ കൂർക്കം വലിയില്ലാതെ തനിക്ക് ഉറങ്ങാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ അവൾ അവന്റെ അടുത്തേക്ക് പോയി. പിന്നീട് അങ്ങോട്ട് അവർ വളരെ ഹാപ്പിയായി ഒന്നിച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി.